എന്താ പറയുക, നമ്മളൊരു സാധാരണ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ ഒരു രണ്ടാഴ്ചയായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു എന്താ പറയുക ലൈംഗിക കുറ്റമുണ്ടല്ലോ. ആ കുറ്റത്തെയും ആ ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ട ഒരു MLA-യെയും രക്ഷിക്കാൻ പലതരത്തിലും ശ്രമിച്ചിട്ട് കഴിയുന്നില്ല. അതിപ്പോൾ പ്രത്യേകിച്ച് നിയമസഭ കൂടുന്നു, അതിനകത്ത് എല്ലാ പ്രതിരോധങ്ങളും കരുത്തോടെ എടുക്കാം എന്ന് വിചാരിച്ച UDF-നും കോൺഗ്രസിനും അത് കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥ ഉണ്ട്. ആ നിസ്സഹായാവസ്ഥയിൽ അവരുടെ ആ ഒരു ദുർബലാവസ്ഥ പരിഹരിക്കുന്നതിനും ഒപ്പം തന്നെ ഈ MLA-യെ അദ്ദേഹത്തെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും എന്ന് നമുക്കറിയില്ല. നിങ്ങൾക്കറിയാലോ, മാധ്യമങ്ങളിലടക്കം അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അദ്ദേഹത്തിന് എതിരായിട്ടുള്ള വോയിസ് മെസ്സേജുകളും സന്ദേശങ്ങളും ഒക്കെ മാധ്യമങ്ങളുടെ കയ്യിലടക്കമുണ്ട്. അതിൻ്റെ ചർച്ച നടക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇതുണ്ടായത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിലിപ്പം ശരിക്കും എന്താണ് പ്രശ്നം? MLA ഉന്നയിച്ചാണ് ആരോപണമൊക്കെ വന്നിരിക്കുന്നത്. MLA താങ്കളുടെ സുഹൃത്തു കൂടെയാണല്ലോ, അറിയുന്ന ആൾ കൂടെയാണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ അറിയുന്ന ആളുകളാണ്. ഇവിടെ നടക്കുന്ന പൊതു എന്താ പറയുക മീറ്റിങ്ങുകളിലൊക്കെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കും ഇവിടുത്തെ MLA എന്നുള്ള നിലയ്ക്കും ഞങ്ങൾ ഒരുമിച്ച് വേദികളിൽ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഒരു കഴിഞ്ഞ 2-3 ദിവസത്തിന് മുൻപ് 11-ാം തീയതിയാണെന്നാണ് ഓർക്കുന്നത്, ഒരു പൊതുവേദിയിൽ വെച്ച് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഒരു പ്രാദേശിക നേതാവ്, ഞങ്ങൾക്ക് കുടുംബപരമായിട്ടൊക്കെ സുഹൃത്ത് ബന്ധമുള്ള വ്യക്തിയാണ്, കൗൺസിലറാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു പൊതുവേദിയിൽ ഇരിക്കുകയാണ്, ടീച്ചറെ ഒരു ബോംബ് വരുന്നുണ്ട് കേട്ടോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല, ഒരു ധൈര്യമായിട്ടിരുന്നോളണം, എന്ത് കേട്ടാലും വിഷമിക്കരുത്, ഒരു ബോംബ് വരുന്നുണ്ട്, ടീച്ചറെയും ഒരു MLA-യും കൂട്ടി മോശമായി ഒരു സാധനം വരുന്നുണ്ട് എന്ന് പറയുകയാണ്. ചിലപ്പോൾ അദ്ദേഹം നിഷ്കളങ്കനായിട്ട് പറഞ്ഞു പോയതായിരിക്കാം. അതിനുശേഷമാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വേറെ പേരോ വേറെ ഒന്നുമില്ലാത്ത, അതായത് തിരിച്ചറിയാൻ പറ്റാത്തൊരു പോസ്റ്റർ വരികയാണ് ഇങ്ങനെ, ഇത് മാത്രമായിട്ട് വെച്ചിട്ട്. അത് കഴിഞ്ഞ് അപ്പോൾ ഞാനിവിടെ പുള്ളി അത് ഹസ്ബൻഡ് കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു നമുക്കിത് പരാതി കൊടുക്കണം. പക്ഷെ പരാതി കൊടുക്കാൻ ആർക്കെതിരെ പരാതി കൊടുക്കും? അപ്പം അതിൻ്റെ അകത്ത് പേരും ഊരും ഇതൊന്നുമില്ല, വളരെ ഒരു പുകമറ സൃഷ്ടിക്കുന്നു. എന്നാൽ ചില മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള ഒരു പോസ്റ്ററാണ് വരുന്നത്. അപ്പം നമ്മളത് മൈൻഡ് ചെയ്തില്ല. ഇതിപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സ്ത്രീകളെക്കുറിച്ച് പൊതുവേ നമ്മുടെ സമൂഹത്തിനുള്ളൊരു കാഴ്ചപ്പാട്, സ്ത്രീകൾ വീടിൻ്റെ അകത്ത് അടങ്ങി ഒതുങ്ങി ചോറും കറിയൊക്കെ വെച്ച് കൊടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങളുമൊക്കെ നോക്കി പോവുക എന്നുള്ള ഒരു സ്ത്രീയെയാണ് നമ്മുടെ എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അവർക്ക് ഒരു പൊതു ജീവിതവും സാമൂഹ്യ ജീവിതവും അന്തസ്സും അഭിമാനത്തോടു കൂടിയും ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്ന് ധരിക്കുന്ന ആധുനിക സമൂഹത്തിലുള്ള പുരുഷന്മാർ ഒട്ടേറെ ഉണ്ട്, പ്രവർത്തകരുണ്ട് ഉണ്ട്. പക്ഷേ അതിന് ഈ ഒരു മനോഭാവം ഉണ്ടല്ലോ സമൂഹത്തിൻ്റെ, അതായത് സ്ത്രീകൾ പുറത്തേക്ക് പോകേണ്ടതില്ല, അവരെ അടങ്ങി ഒതുങ്ങി അനുസരിച്ച് ഒക്കെ ജീവിക്കണം എന്ന് ധാരണ വെച്ച് പുലർത്തുന്ന ആ മനോനിലയുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ആ ഏജൻസ് ഉണ്ട്, സോഷ്യൽ ഏജൻസ് ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ വെറുതെ സ്വായത്തമാക്കുന്നതല്ല, ചെറുപ്പകാലം മുതലേ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ മൂല്യബോധം, സ്ത്രീവിരുദ്ധമായ മൂല്യബോധം. ആ ബോധവും ഒപ്പം തന്നെ സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെ ഈ ലൈംഗിക അപവാദമൊക്കെ പറഞ്ഞാൽ രസകരമാണ്, അത് കേട്ട് രസിക്കാം, കണ്ട് രസിക്കാം, അതും ഒരു എന്താ പറയുക ഒരു ആത്മരതി എന്നൊക്കെ പറയൂലേ, അങ്ങനെയുള്ള ആളുകളും ഉണ്ട്, കുറേ പേരുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇങ്ങനത്തെയുള്ള പോസ്റ്റുകളൊക്കെ ഇറങ്ങുന്നത്. പിന്നെ 2-3 ദിവസം കഴിയുമ്പോഴാണ് അപ്പം ഞാൻ എൻ്റെ മകൻ്റെ ഭാര്യയെ പ്രസവിച്ച അതിൻ്റെ ഡെലിവറിയുടെ ഇതൊക്കെയായിട്ട് ഞാൻ ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണം, വൈകുന്നേരങ്ങളിൽ ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പോൾ അതിനിടയ്ക്ക് ഇതൊന്നും ശ്രദ്ധിക്കാനില്ല. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ സ്ഥിരം വരണുണ്ടല്ലോ. ഇങ്ങനെ മനോവൈകൃതമുള്ള കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, എല്ലാ രംഗത്തുണ്ട്. ഈവൻ മാധ്യമപ്രവർത്തന രംഗത്ത് പോലും ഉണ്ടാവാം. അതൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവാം. അവരെയൊക്കെ കറക്റ്റ് ചെയ്ത് നിങ്ങളും പോകുന്നുണ്ടാവാം. പക്ഷെ അത്രയ്ക്കേ നമ്മൾ കരുതിയുള്ളൂ. പിന്നെ വരുന്നത് പടം വെച്ച് വരുന്നു, എന്തെല്ലാം വൾഗറായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബോംബ് പൊട്ടും എന്ന് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ അതിനു മുമ്പ് നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോഴാണല്ലോ ചില ആളുകളെ തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ ബോംബ് എന്നുള്ള വാക്ക് വേറെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും, ബോംബ് പൊട്ടും. തീർച്ചയായിട്ടും വലതുപക്ഷ മാധ്യമങ്ങളിൽ നിന്ന് തന്നെയാണ്, വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെയാണ്.
നടപടികൾ എന്തൊക്കെ പരാതി കൊടുക്കുന്നു പറഞ്ഞിരുന്നു, എന്തൊക്കെ നടപടികൾ? പരാതി കൊടുത്തു, അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ എന്നെ SP ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് കൊടുക്കേണ്ട തെളിവുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി ഇന്നലെ തന്നെ അയച്ചിട്ടുണ്ട്, DGPക്ക് അയച്ചിട്ടുണ്ട്, വനിതാ കമ്മീഷൻ അയച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും വെറുതെ ഇരിക്കില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ ഒട്ടേറെ രാഷ്ട്രീയ രംഗത്തേക്കും പൊതു സാമൂഹ്യ രംഗത്തേക്കും പ്രവർത്തകരായി വരണം. മാധ്യമ പ്രവർത്തനത്തിനും വരണം. ഇതേപോലെ ക്യാമറകളൊക്കെ പിടിച്ച് നാളെ സ്ത്രീകളും വരണം. അപ്പോൾ അവരൊക്കെ വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ തിരിച്ചു വീട്ടിലേക്ക് ഓടിക്കയറുന്നവരല്ല സ്ത്രീകൾ എന്ന് ഞാനൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മിഡിൽ ഏജും അതിൻ്റെ പുറമൊക്കെ കഴിഞ്ഞ ഒരാളാണ് ഇല്ലേ. അപ്പം ഇനി വരാൻ പോകുന്ന തലമുറ ഇതിനേക്കാൾ സ്ട്രോങ് ആണ്. ഞങ്ങൾ അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും അവർക്കൊരു മോശം തോന്നരുത്. കണ്ടോ, ഇത്രയും നാൾ രാഷ്ട്രീയ രംഗത്ത് നിന്നിട്ട് അവരെന്താ തിരിച്ചോടിയത്, അല്ലെങ്കിൽ അവരെന്താ പ്രതികരിച്ചില്ല, അവരെന്തോ പരാതി കൊടുത്തില്ല എന്ന് ഞങ്ങളെക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂജൻസ് അല്ലെങ്കിൽ ജെൻസി അവർ കരുതില്ല, അവരത് മൈൻഡ് പോലും ചെയ്യില്ല. എങ്കിലും ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ഇതിലിപ്പോൾ ഒരു വാർത്തയാണ് ആദ്യം വന്നതെന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് ഹാൻഡിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ DCC പ്രസിഡന്റ് അടക്കം പറഞ്ഞത് പറഞ്ഞത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആരോപണം ഇല്ല. അപ്പോൾ ആ വാർത്താ മാധ്യമത്തിനെതിരെ എന്തെങ്കിലും പരാതി കൊടുക്കുമോ, ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതെല്ലാം ലിങ്കുകളിൽ നിന്നാണ്, ഫേസ്ബുക്ക് പേജുകളിൽ നിന്നാണ്, ലിങ്കുകളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. യൂട്യൂബ് ഒരു മാന്യൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു 60-65 വയസ്സൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇത്രയും കാലം മനുഷ്യരൂപത്തിൽ ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂല്യം ഇല്ലേ, മനോവൈകൃതം ബാധിച്ച ഒരു കാലഘട്ടമുണ്ട് ഇല്ലേ, ഈ ലൈംഗികമായി എന്താ പറയുക അതിനെക്കുറിച്ച് അറിയാത്ത ആ ഒരു പ്രായമുണ്ട്, എന്താ പറയുക ചോരത്തിളപ്പ് എന്നൊക്കെ പറയൂലേ, ആ പ്രായമുണ്ട്. ആ പ്രായത്തിലുള്ള ആരും പോലും നേർവഴിക്ക് നയിക്കാനില്ലാത്ത യൂത്ത് പോലും പറയാത്ത കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ചോദിക്കണം അദ്ദേഹത്തോട്. അദ്ദേഹം ഏതാണ്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഇത് നടക്കുന്നത്. ഇവിടെ നടക്കുകയാണ്, ചവിട്ടിപ്പൊളിക്കുകയാണ്. എന്താണ് അദ്ദേഹം സഹായിക്കാൻ വരാതിരുന്നതെന്ന് അറിയില്ല. നിങ്ങൾ ചോദിക്കണം, ഇത്രയും ഒരു ചവിട്ടിപ്പൊളിക്കാൻ താങ്കൾക്കൊന്നും സഹായിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കാം. ഡോറ് ചവിട്ടിപ്പൊളിച്ചു. അതിനോടനുബന്ധിച്ചിട്ടുള്ള എന്തെല്ലാം മ്ലേച്ഛത്തരങ്ങളാണ് മാധ്യമങ്ങളിൽ. അത് അവര് നിങ്ങളത് പരിശോധിച്ചാൽ മതി. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ വലതുപക്ഷ കോൺഗ്രസിൽ നിന്നാണോ വന്നത്, തർക്കമില്ല. കാരണം അവരാണ് ഇപ്പോൾ ഈ വെളിച്ചത്ത് പിടിക്കപ്പെട്ടിട്ടുള്ളത്. സർവത്ര തെളിവുകളോടും കൂടി പിടിക്കപ്പെട്ടിട്ടുള്ളത് അവരാണ്. അവരെല്ലാവരും അടച്ചാക്ഷേപിക്കണമെന്നില്ല കേട്ടോ, നല്ല മനുഷ്യരെല്ലായിടത്തും ഉണ്ടല്ലോ. ഇന്നലെ ഡോക്ടർ KT ജലീൽ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നല്ലതും ചീത്തയും പുഴുക്കുത്തുകളും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല, എല്ലാ വ്യക്തികളും ഞാൻ ഉൾപ്പെടെ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് ഈ എല്ലാ പുഴുക്കുത്തുകളെയും എല്ലാ ജീർണതകളെയും എല്ലാ ദുർഗന്ധത്തെയും പുതപ്പിട്ട് മൂടി വെക്കുകയാണ്. ഇതിപ്പം MLA-ക്ക് അടിയിട്ട് വാതിൽ ചവിട്ടി പൊളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങളായിട്ട്, അത്തരത്തിലുള്ള സംഭവങ്ങളായിട്ടാണ് ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ അത്രയും നീചമായ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതെ, അതിപ്പോ ചോദിക്കാനില്ലല്ലോ. അതിനിപ്പോ വേറെ കാര്യമായിട്ട് അതിനെ കുറിച്ച് എന്താ പറയാ. നിങ്ങളിപ്പോ ഇവിടെ കണ്ടാണല്ലോ ഈ പറയിൽ കാണുന്നതാണ് വാതില്. ഇവിടെ പരിശോധിച്ചറിയാം നിങ്ങൾക്ക് ഇത്രയും ആളുകൾ കൂടി അടുത്ത് താമസിക്കുന്ന ഒരു പ്രദേശം കൂടെയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു അനക്കം ഉണ്ടായാൽ, ചെറിയൊരു ശബ്ദം കേട്ടാൽ തൊട്ടടുത്തുള്ള എല്ലാവരും ഒന്ന് നോക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഇത്തരത്തിലൊരു വലിയൊരു കഥ മെനഞ്ഞുകൊണ്ട് ഞങ്ങളെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ ഷൈൻ ടീച്ചർ മാത്രമല്ല, താങ്കൾ കുടുംബത്തിനെ മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചെടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ പത്രത്തിനെതിരെ നടപടി ഉണ്ടാവും, എങ്ങനെയാണ് നിങ്ങളുടെ മുന്നോട്ട് പോകുന്നത്? കുടുംബത്തിന്റെ പിന്തുണ എത്രത്തോളം ഉണ്ട്? പത്രം എന്നുള്ളതൊരു ഉപകരണം മാത്രമാണ്. ഇപ്പം ഇന്ന് രാഷ്ട്രീയത്തിനുണ്ടായിട്ടുള്ളൊരു വലിയൊരു അപജയമാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വലിയ സാധാരണ ജനങ്ങളുടെ ഇടയിൽ അവരെ സഹായിക്കുന്നതിനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയായിരുന്നു രാഷ്ട്രീയം ഉണ്ടായിരുന്നത്. അന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷെ ഇന്നത് മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് വളരെ മലീമസമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഷൈൻ സൂചിപ്പിച്ചതുപോലെ അതിന് നേതൃത്വം നൽകുന്നത് പറവൂരിൽ തന്നെയുള്ള ചില കേന്ദ്രങ്ങൾ തന്നെയാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയത്തെ ഇത്രയും മോശമാക്കുന്നതിന് ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ കാണുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിൻപറ്റി വന്നിരുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്.
അപ്പം ഞാനൊരു അത്ര ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. എൻ്റെ കുടുംബം മുഴുവനും കോൺഗ്രസ്സുകാരാൽ, എൻ്റെ ബന്ധുക്കളെല്ലാം കൂടുതലും കോൺഗ്രസ്സുകാരാണ്. പക്ഷെ ആ ഒരു മൂല്യം, ഇപ്പോൾ ആ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന നേതാക്കന്മാരൊക്കെ നമ്മുടെ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. നിങ്ങൾക്കറിയാം, പഴയ MP ധനപാലൻ ചേട്ടനൊക്കെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തൻ്റെ ശത്രുക്കളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക, എതിരഭിപ്രായം പറയുന്നവരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, അതിനെന്ത് വില കുറഞ്ഞ പരിപാടിയെ സ്വീകരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദാഹരണം. ഇവിടെയുള്ള ആരോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത്. ഇവിടെ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്കും ബോധ്യമായിട്ടുള്ളതാണ്. അപ്പോൾ വളരെ മോശമായ രീതിയിലേക്ക് പ്രചരിപ്പിക്കുക, ഈ ഒരു പ്രചരണ ഒരു കേന്ദ്രത്തിൽ നിന്ന് വരിക, ആ കേന്ദ്രത്തിൽ വന്ന് ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഏതെല്ലാം തരത്തിലുള്ള, ചിലപ്പോൾ ഒരു പക്ഷേ ചിലരുടെയൊക്കെ പേര് നോക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളവർ തന്നെയാണ്, കേട്ടലറക്കുന്ന രീതിയിലുള്ള ചില കമന്റുകൾ. MLA കുറച്ചാളായിട്ട് കണ്ടിട്ടില്ല, അതായത് മറ്റു ചില പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ടിരുന്നു. ഇപ്പോൾ കുറച്ചാളായിട്ടൊക്കെ എന്നെ കണ്ടിട്ടില്ല. ഇത് കണ്ടപ്പോഴേ ഇതൊക്കെ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് തന്നെ. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ ഈ സംഭവം നടക്കുന്നു എന്ന് പറയുന്ന അയാൾ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, ഒരു മാന്യൻ. അപ്പോൾ ഞങ്ങൾ ഈ വീടിൻ്റെ മുന്നിൽ ഓണാഘോഷ പരിപാടിയാണ് ഇവിടുത്തെ റെസിഡന്റ് അസോസിയേഷൻ്റെ. അപ്പോൾ ഓണാഘോഷ പരിപാടിയിൽ ധാരാളം ഈ നമ്മുടെ ഈ റെസിഡന്റ് അസോസിയേഷൻ്റെ ഒരു 36 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽ ഒരു 2 വീട്ടിൽ നിന്ന് ഒഴിച്ച് ബാക്കി എല്ലാവരും ഞങ്ങൾ അവിടെ ഉണ്ട്. അവിടെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നു, എന്താ പറയുക, പിള്ളേർക്കുള്ള മത്സരങ്ങൾ നടക്കുന്നു. ഇതെല്ലാം നടക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞങ്ങളുടെ സംഘടനയുടെ താലൂക്ക് കൺവെൻഷൻ, അതൊക്കെ എൻ്റെ FB പേജിലുണ്ട്, നടക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, വീണ്ടും തിരിച്ചിവിടെ വരുന്നു. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. നമ്മൾ ഇതൊന്നും ആരെയും വ്യാഖ്യാനിക്കാനോ തെളിവെടുപ്പും ഒന്നുമല്ല. പക്ഷേ ഇങ്ങനെ ഒരു എന്താ പറയുക, വെറുതെ നുണങ്ങട് പടച്ചു വിടുകയാണ് ഇല്ലേ. അപ്പം അതിൽ ഇപ്പോൾ ചില സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ട്, അവരുടെ വീട്ടിലെ സ്ത്രീകളെയും കൂടി മോശപ്പെടുത്തണം, അവർക്കെതിരെ എഴുതണം. അങ്ങനെ അതൊന്നും ഒരു ശരിയല്ല. ഏത് സ്ത്രീകളായാലും സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ അത് കോൺഗ്രസ്സുകാർ സ്ത്രീകളെ ചീത്ത പറഞ്ഞാൽ ഇവിടെ ശരിയാവും, അല്ലെങ്കിൽ BJPക്കാരായ സ്ത്രീകളെ ചീത്ത പറഞ്ഞാൽ ഇവിടെ ശരിയാവും. അതൊന്നുമല്ല. സ്ത്രീകൾക്കെതിരെ, അതിപ്പോൾ ആർക്കെതിരെ വന്നാലും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്, ഒരു പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് ഞാൻ പ്രതികരിക്കും. CPM നേതാവിന് അല്ലെങ്കിൽ CPM പ്രവർത്തകർക്കെതിരെ എന്നുള്ളതല്ല, ഒരു സ്ത്രീ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ എന്നാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത്, ഇതിനെ കണക്കാക്കുന്നത് അല്ലേ? അതെ, അതിപ്പോൾ ഇപ്പുറത്ത് നിന്നിട്ട് സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുക, എന്നിട്ട് അവരെ താറടിച്ച് കാണിക്കുക, അവരെ മോശപ്പെടുത്തുക. അപ്പം അതൊന്നും ഒരു പരിഹാരം അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. ഇങ്ങനെ കുറേ ഈ ഐതിഹ്യങ്ങളിലൊക്കെ ഉള്ള പോലെ ചില മന്ദരമാരും അതുപോലെ തന്നെ ശകുനികളും ഒക്കെ ആയിട്ടുള്ളവർ കഥാപാത്രങ്ങളിലും ബൈബിളിലാണെങ്കിലും എന്താ പറയുക മഹാഭാരതത്തിലാണെങ്കിലും ഐതിഹ്യങ്ങളിലാണെങ്കിലും ഇത്തരം ദുഷ്ടകഥാപാത്രങ്ങൾ എന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ആ കഥാപാത്രങ്ങൾ സോഷ്യൽ മീഡിയ അടക്കം അവരുടെ കയ്യിലുണ്ട് എന്ന് ഉള്ളതാണ്. ടീച്ചർ, ഇതിപ്പോൾ തുടക്കത്തിൽ ടീച്ചർ പറഞ്ഞു ഒരു കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് 2 ദിവസം മുമ്പ് ഒരു ബോംബ് പൊട്ടും എന്ന് പറഞ്ഞായിരുന്നു. ഇത് പ്രാദേശിക തലത്തിൽ പൊട്ടിയ ബോംബാണോ, അതിൽ ഉന്നത നേതൃത്വത്തിന് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടാവുമല്ലോ, പ്രധാനപ്പെട്ട നേതാക്കളെ ഉണ്ടാവും. അതെ, ഉണ്ടാവും. അതിൻ്റെ ഒരു കാരണം ഉണ്ടാവും എന്ന് വിശ്വസിക്കാൻ കാരണം കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന, അതും സാംസ്കാരിക പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ FB പേജിൽ നിന്നാണ്, ഫേസ്ബുക്കിൽ നിന്നാണ് ഇത് വന്നത്. ഈ സാധനം ഈ പെരുമ്പടന്നയിൽ താമസിക്കുന്ന എന്താ പുള്ളിയുടെ ഗോപാലകൃഷ്ണൻ, അത് ഈ കോൺഗ്രസിൻ്റെ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അയാൾ സാംസ്കാരിക പ്രവർത്തകനാണെന്ന് അത്രയും അറിയപ്പെടുന്നത്. ഞാൻ ഇദ്ദേഹത്തെ മുനിസിപ്പാലിറ്റി പോകുമ്പോൾ കാണാറുണ്ട്, വളരെ മാന്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാറുണ്ട്, വർത്തമാനം പറയാറൊന്നും അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. ഈ പുള്ളിയുടെ ഈ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഇത് പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ മണ്ഡലമാണ്. അദ്ദേഹം അറിയാതെ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല. അദ്ദേഹം അറിയാതെ നടക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം അത് അവരെ വിളിക്കണമായിരുന്നു. ഇതിങ്ങനെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവിചാരിതമായി വന്ന സാധനമാണെങ്കിൽ അപ്പം തന്നെ അതെന്താ ചെയ്തത്, അതെന്താ ശരിയല്ലല്ലോ, അതിൻ്റെ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നില്ലേ. പക്ഷേ അതിൻ്റെ പിന്നാലെ ഈ സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ബോധ്യം. അതിനുശേഷം ഓരോന്നോരോന്ന് ചിത്രങ്ങളായി വരുന്നു. ഉച്ചയോട് കൂടിയിട്ടാണ് ഇങ്ങനൊരു കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ചത്. അതിനുശേഷം ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം വന്നു. ഇതിനുശേഷം എപ്പോഴെങ്കിലും കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ആരെങ്കിലും ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, ഒരാളും വിളിച്ചില്ല, ഒരാളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. പക്ഷേ ധാരാളം പേർ കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം, ഞാനിപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷന് നിന്നതിന് ശേഷമുള്ള പരിചയം വെച്ചിട്ടും
പല പൊതുപരിപാടികളിലും അതിൻ്റെ ഭാഗമായി പങ്കെടുത്തത് കൊണ്ടും അവരൊക്കെ വിളിച്ച് ധൈര്യമായിട്ടിരുന്നോളൂ ടീച്ചറെ, ഞങ്ങൾ കൂടെയുണ്ട്. ഞാനതും എൻ്റെ പേജിലിട്ടിട്ടുണ്ട്. അങ്ങനെ ധാരാളം പേർ അത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു കരുത്ത് അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ കരുത്ത് എവിടെന്നെങ്കിലും കടം കൊണ്ടതോ ആരുടെ നിന്നെങ്കിലും ദാനമായി കിട്ടിയതോ അല്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരാശയം, ആ ആശയത്തിലുള്ള സമത്വബോധം, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്ന, അതിൻ്റെ ഭാഗമായി ഇപ്പം എൻ്റെ അധ്യാപക പ്രസ്ഥാനം, സാമൂഹ്യ പ്രവർത്തനം, അതിൻ്റെ ഭാഗമായി ആർജിച്ചെടുത്തതാണ്. അതിൻ്റെ ആ ഒരു കരുത്തിൻ്റെ മുകളിലാണ്, ആ ഒരു അടിത്തറയിലാണ്, ഉറച്ച അടിത്തറയിലാണ് ഞാൻ നിൽക്കുന്നത്. ടീച്ചർ, അവസാനമായിട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ ചില വക്താക്കളൊക്കെ പറഞ്ഞത് CPM മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ ഇടപെടുന്നത് നിർത്തണം ഇനിയെങ്കിലും എന്നൊക്കെയാണ്, അതിനുള്ള ഒരു തിരിച്ചടിയാണ് ഇതെന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതങ്ങ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അല്ല, അത് അവരുടെ നിലവാരം. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ടീച്ചറെ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൺഗ്രസ് സ്ത്രീകളെ കുറിച്ച് നോ അവർ നിലപാടൊന്നും എനിക്കില്ല. സ്ത്രീകൾക്ക് ഇവിടെ പൊതുപ്രവർത്തനം നടത്തണം, അത് അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം അവർ സ്വീകരിക്കും. ചിലപ്പോൾ CPM രാഷ്ട്രീയം അത് അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്നതാണ്. ആ ബോധ്യം ശരിയാണോ തെറ്റാണോ എന്ന് കാലം തെളിയിക്കണം. മറിച്ച് അപ്പുറത്താണ് എന്നുള്ളത് കൊണ്ട് അവരെ ആക്രമിക്കണം, അറ്റാക്ക് ചെയ്യണം, വായടപ്പിക്കണം, അതല്ല. അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞോട്ടെ. അത് ശരിയാണെങ്കിൽ ജനങ്ങൾ സ്വീകരിച്ചോട്ടെ. ജനങ്ങളും അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നത്, നിലപാടുകൾ എടുക്കുന്നത്. അതിനെ ചിലപ്പോൾ ഒരുപക്ഷെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതിനെ എന്താ പറയുക തലതിരിച്ചിടാനും ഒക്കെ മാധ്യമങ്ങളടക്കം കൊണ്ട് ചിലപ്പോൾ അത് തെറ്റിപ്പോണ്ടാവാം. പക്ഷേ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജനങ്ങൾ കൃത്യമായ തീരുമാനമെടുക്കും. അതുപോലെ തന്നെ സ്ത്രീകളെ ഇവിടെ ആക്രമിച്ചു എന്നാൽ പിന്നെ അവിടെ ആക്രമിക്കാം. നോ അവരെല്ലാം പൊതുരംഗത്ത് അതേപോലെ നിൽക്കേണ്ട സ്ത്രീകളാണ്, ഉയർന്നു പോകേണ്ട സ്ത്രീകളാണ്. ആർക്കെതിരെ വന്നാലും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രതികരിക്കും.